ലോറി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോറിയാണ്. നമ്മൾ 2 മാസത്തിലേറെ പ്രാർത്ഥിച്ചത് ഈ ലോറി ലഭിക്കാനും ഇതിനകത്തുണ്ടായിരുന്ന അർജുനെ കണ്ടെത്താനുമായിരുന്നു. ഈ മിനിയേച്ചർ ലോറി ഉണ്ടാക്കിയ ആദിത്യനും കുടുംബവുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദിത്യ, ഈ വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് അർജുനെയാണ് ഓർമ്മ വരിക. ഇത് ഒരുപാട് ദിവസങ്ങളോളം മലയാളികൾ കണ്ട ഒരു വാഹനത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. ഇതെങ്ങനെ ശരിക്കും ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്? ഭാരത് ബെൻസ് ഉണ്ടാക്കുന്ന ഒരു മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അർജുൻ്റെ ഈ മണ്ണിടിച്ചിൽ സംഭവം ഉണ്ടായപ്പോൾ ആ ഭാരത് ബെൻസ് ആയിരുന്നു വണ്ടി. അപ്പോൾ അത് എന്തായാലും മിനിയേച്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വണ്ടി മിനിയേച്ചർ ചെയ്തുകൂടാന്നൊരു ആശയം വന്നു. അപ്പം അങ്ങനെയാണ് ഈ വണ്ടി ചെയ്തത്. എത്ര നാൾ കൊണ്ടാണ് ഇത് ചെയ്തത്? ഇപ്പോൾ 1 മാസത്തോളമായി കംപ്ലീറ്റ് ആയിട്ട്. ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർജുനെ തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ അർജുനെ തിരിച്ചു വരാണെങ്കിൽ ഈ വണ്ടി അർജുന് കൊടുക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടായത്. അപ്പം അങ്ങനെ ചെയ്തതാണ്. ആദിത്യന് എല്ലാ സപ്പോർട്ടും കൊടുത്തിരുന്നത് അച്ഛൻ സതീഷാണ്. ആദിത്യൻ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് അവൻ കളിമണ്ണ് കൊണ്ട് ഗണപതിയുടെ വിഗ്രഹം, അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് അവൻ മൾട്ടിവുഡിലേക്ക്, എനിക്കാണ് ഇന്ത്യയിലെ വർക്കാണ്. അപ്പോൾ മൾട്ടിവുഡിലാണ് കൂടുതൽ വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന പീസുകൾ കൊണ്ടാണ് ആൾ വർക്ക് തുടങ്ങിയത്. ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100ന് മേലെ വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ കൊടുത്തു. ആദിത്യൻ പഠിച്ച KVUP സ്കൂൾ മനക്കുളങ്ങരയിലെ ആദ്യമായി സ്കൂൾ വാഹനമാണ് ആദിത്യൻ ആദ്യമായി ഉണ്ടാക്കിയത്. അതിനുശേഷം നിരവധി വാഹനങ്ങൾ ഉണ്ടാക്കി. ഈ അർജുൻ്റെ വാഹനം മിനിയേച്ചർ ഉണ്ടാക്കിയപ്പോഴും പഠിപ്പിച്ച ടീച്ചർമാരുടെ അടുത്തേക്ക് ആദിത്യൻ കൊണ്ടുവരികയും ചെയ്തു. ടീച്ചർ, ഇത് കണ്ടപ്പോൾ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയത്? ശരിക്കും നമ്മുടെ സ്കൂൾ വണ്ടിയുടെ ഒരു മിനിയേച്ചർ കൊണ്ട് വന്ന് തന്നപ്പോൾ അതിലെ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലെ ടർക്കിയുടെ ഒരു പെർഫെക്ഷൻ കണ്ടപ്പോൾ വരെ നമുക്ക് മനസ്സിലായി ആദിത്യൻ നിസാരക്കാരനല്ല എന്ന് മനസ്സിലായിരുന്നു. ആദിത്യൻ്റെ വർക്കുകൾ പലതും ഇതുപോലെ തന്നെയാണ്. പെർഫെക്ഷനാണ് ഏറ്റവും അധികം പ്രത്യേകത. ആദിത്യൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പലരും ഇത് ആവശ്യപ്പെട്ടു. പക്ഷേ ആദിത്യൻ്റെ ആഗ്രഹം അർജുനെ തിരിച്ചു കൊടുക്കണം എന്നായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നി. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാനൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ എല്ലാം സഹോദരനായിട്ട് അർജുൻ്റെ ഒരു സ്മാരകം പോലെ ഇത് നമ്മുടെ ഈ നാട്ടിലുണ്ടാകും. എന്തായാലും ഈ ലോറി അർജുന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ആദിത്യൻ അതുമായി നിൽക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ആദ്യം തന്നെ ആദിത്യൻ എന്ന കലാകാരന് വലിയൊരു കയ്യടി നൽകുകയാണ്. ഒപ്പം എനിക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ, അർജുനും ആദിത്യനും തമ്മിൽ ഒരു സാമ്യമുള്ളതായി തോന്നി. അതായത് രണ്ടുപേർക്കും വണ്ടികൾ ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അർജുന് ആ ലോറി, ആ ട്രക്ക് എത്രത്തോളം ഇഷ്ടമുള്ളതാണ് എന്ന് നമ്മളോട് മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനാഫിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു എത്രത്തോളം ആ വണ്ടിയെ, ആ ട്രക്കിനെ അർജുൻ സ്നേഹിക്കുന്നുണ്ട് എന്നത്. ആ വെള്ളം ഒഴിച്ച് കഴുകുന്നതും കാര്യങ്ങളുമൊക്കെ മനാഫ് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ആദിത്യൻ എന്ന കലാകാരനും, അല്ലേ? ആദിത്യൻ ഈ വാഹനം അർജുൻ്റെ ലോറി ഉണ്ടാക്കി തുടങ്ങിയതെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ വാർത്തകളൊക്കെ വന്ന സമയത്താണ്. അന്ന് അർജുൻ്റെ ലോറി കണ്ടെത്തുകയും അതിനുള്ളിൽ നിന്ന് നമുക്ക് അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നുള്ള വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ആദ്യത്തെ 1-2 ദിവസമെല്ലാം തന്നെ. പിന്നീടാണ് ഈ തിരച്ചിൽ നീണ്ടുപോവുകയും പിന്നീട് അർജുൻ ജീവനോടെ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും ഉൾക്കൊണ്ട ഒരു സമയമുണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് ആദിത്യൻ ഈ ലോറിയുടെ നിർമ്മാണമൊക്കെ നിർത്തിവെച്ചതായിരുന്നു. പിന്നീട് കേരളം ഒരേ മനസ്സോടുകൂടി അർജുൻ്റെ ലോറിക്കായും കൂടാതെ അർജുന് വേണ്ടിയും കാത്തിരുന്നതോടുകൂടിയാണ് വീണ്ടും ആ ലോറിയുടെ മിനിയേച്ചർ നിർമ്മാണം പൂർത്തീകരിക്കുന്നതെല്ലാം തന്നെ. എന്തായാലും നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയേറെ പെർഫെക്ഷനോടുകൂടി ഇത്രയും ഈ ലോറിയൊക്കെ അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളും നിർമ്മിക്കാനുള്ള ഒരു കഴിവ് ആദിത്യൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ലോറി നേരത്തെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലോറിയുടെ ദൃശ്യമെല്ലാം തന്നെ കണ്ട്
അർജുൻ്റെ കുടുംബം ആദിത്യനെ ബന്ധപ്പെട്ടിരുന്നു. അത് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് ആദിത്യൻ്റെ വീട്ടുകാരോട് ഈ അർജുൻ്റെ കുടുംബം സഹോദരിയാണ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ ലോറി ഇനിയിപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് തന്നെ നൽകാനാണ് ആദിത്യനും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ വലിയ ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമാണ് അർജുൻ്റെ വേർപാട്. ആ ഒരു വേർപാടിലും അവർക്ക് അർജുൻ്റെ കുടുംബത്തിന് എന്നും ഓർമ്മകളിൽ സൂക്ഷിക്കാനും അതിനോടൊപ്പം തന്നെ അവർക്ക് എന്നും ചേർത്ത് വെക്കാനുമായാണ് അർജുൻ്റെ ആ ലോറി നൽകാനായി ഈ കുടുംബം ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്തായാലും ആ ലോറി, മിനിയേച്ചർ ലോറി എത്തേണ്ട കൈകളിൽ എത്തട്ടെ. അതോടൊപ്പം തന്നെ ആദിത്യന് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഇനിയും സാധിക്കട്ടെ.